നിങ്ങൾ എപ്പോഴെങ്കിലും 7-Eleven സ്റ്റോറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇൻ കേസ് തായ്ലൻഡ് പോവുകയാണെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റോറാണ് 7-Eleven. കാരണം നമ്മുടെ പാക്കേജിൽ എല്ലാ നേരവും ഫുഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ ഫുഡ് വേണം, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ അത്യാവശ്യത്തിന് നല്ല സംഭവങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി ചെറുതായിട്ട് ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇത് അമേരിക്കൻ ബ്രാൻഡാണ്. 20 രാജ്യങ്ങളിലായിട്ട് 85,000 സ്റ്റോറുകൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഇതുപോലെ കൂൾ ചെയ്ത് വെച്ചേക്കും, നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സാലഡ്സ് ഒഴികെയുള്ള എല്ലാ സംഭവങ്ങളും അവർ ഹീറ്റ് ചെയ്ത് തരും കേട്ടോ. ഡ്രിങ്ക്സിനൊക്കെ ആണെങ്കിലും ഒരു 25 ബാത്ത്, ആ അത്രയും റേഞ്ചുള്ളൂ. 25 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ഒരു 65-70 വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ദിവസം 2 നേരത്തിലേക്ക് ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് നിങ്ങളെ കാണിച്ചിട്ട് ചെറിയൊരു ഫുഡ് വ്ളോഗ് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ടൈപ്പ് സാലഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സീസർ സാലഡും ഒന്ന് ഒരു ക്രാബ് ടൈപ്പ് സാലഡും. പിന്നെ നമ്മളെടുത്തത് ബിബിംബാം എന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ ഫുഡാണ്. പിന്നെ നമ്മൾ സ്റ്റിക്കി റൈസും പിന്നെ ഫിഷ് കറി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇവർ ഹീറ്റ് ചെയ്ത് തരും കേട്ടോ, സാലഡ്സ് ഒഴികെ. അപ്പോൾ നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ഗ്രിൽഡ് ടൊമാറ്റോ വിത്ത് ടാക്കോയാക്കി സോസ്. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഇതിൻ്റെ റേറ്റ് എങ്ങനെയായിരുന്നു? റേറ്റ് ഓർമ്മയില്ല. എന്തായാലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, റീസണബിൾ പ്രൈസാണേ. ഹീറ്റ് ചെയ്ത് തരും ഒരു. ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്? ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് എഗ്ഗാന്ന് തോന്നണു. മുട്ടയാട്ടോ. തീർക്കല്ലേ നീ വേണം. അടിപൊളി ട്യൂണ സാലഡ്. നല്ല ക്രീമിയാണ്. പിന്നെ അതിൽ കോൺ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഗ്രീൻ പീസ്, അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, സൂപ്പറാട്ടോ. ഇത് സ്വീറ്റാണ്. പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്